2025 നമ്മൾ വീട്ടമ്മമാർ കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മുടെ ഗ്രോസറി ഷോപ്പിങ്ങിൽ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ബെനിഫിറ്റ്, അതായത് മണി സേവ് ചെയ്യുന്ന കാര്യത്തിലാണ് കുറച്ച് അധികം ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഈ ടിപ്സുകൾ നമ്മൾ വീട്ടമ്മമാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബഡ്ജറ്റ്, അതായത് മന്ത്ലി ബഡ്ജറ്റ് നല്ല സ്മൂത്തായിട്ട് പോകും. ഇതിൽ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ പണത്തിൻ്റെ വില മൂല്യം ഒരിക്കലും കുറച്ച് കാണരുത്. അതായത് നമുക്ക് ഇപ്പോൾ ഒരു ബ്രാൻഡഡ് ഐറ്റത്തിന് ഇപ്പം നമുക്കൊരു 10 രൂപ കൂടുതലാണെങ്കിൽ അതേ ഐറ്റം തന്നെ കണ്ടൻറ്റ് നോക്കിയാൽ മതി, നമ്മൾ അതിലും ഒരു 5 രൂപയെങ്കിലും കുറവായിരിക്കും. അപ്പം നമ്മൾ ഒരിക്കലും വില കുറവാണെന്ന് കരുതി ഒന്നിനെയും അങ്ങനെ വില കുറച്ച് കാണരുത്. അതാണ് നമ്മുടെ ഫസ്റ്റ് ടിപ്പ്, ഒന്നിനെയും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇനി നമ്മുടെ സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വൺ ടൈം യൂസ് ഉള്ള പ്രൊഡക്ട്സുകളിൻ്റെ ഉപയോഗം കുറയ്ക്കുക. അതായത് എക്സാമ്പിളാണ് ഇതുപോലത്തെ പേപ്പർ ടിഷ്യൂ, അതുപോലെ തന്നെ സിപ്പ് ലോക്ക് ബാഗ്സ്. ഇതൊക്കെ നമുക്ക് വൺ ടൈം യൂസ് ചെയ്യാനൊക്കെ കൊള്ളത്തുള്ളൂ. അപ്പോൾ ഇതിന് പകരം നമ്മൾ ബോക്സുകളൊക്കെ വാങ്ങി ഓരോന്ന് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ലാഭമാണ്. ഇതൊക്കെ വില കുറവാണെന്ന് കരുതി നമ്മൾ കൂടുതൽ വാങ്ങുകയും ചെയ്യും. അപ്പോൾ നമുക്ക് പൈസ പോകുന്ന അറിയത്തുമില്ല. ഞാനിപ്പോൾ ഈ 2 പ്രൊഡക്റ്റേ കാണിക്കുന്നുള്ളൂ. നമ്മൾ വീട്ടമ്മമാർക്ക് അറിയാൻ പറ്റുമല്ലോ എന്തൊക്കെയാണ് വൺ ടൈം യൂസ് ഉള്ള പ്രൊഡക്റ്റുകളെന്ന്. അതൊക്കെ നോക്കിയും കണ്ടുമൊക്കെ നമ്മളൊന്ന് വാങ്ങി ചിലവ് ചുരുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഗ്രോസറി ഷോപ്പിങ്ങിലെ തേർഡ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഇതുപോലത്തെ ബോട്ടിലിൽ വരുന്ന ഐറ്റംസിനെക്കാട്ടും നമ്മൾ പാക്കറ്റിൽ വരുന്ന ഐറ്റംസ് വാങ്ങുകയാണെങ്കിൽ നമുക്കൊരു 10 രൂപയെങ്കിലും ലാഭിക്കാനായിട്ട് പറ്റും. ഇങ്ങനെയുള്ള ബോട്ടിൽസൊക്കെ നമ്മൾ ഒരുപാട് വാങ്ങിച്ച് കൂട്ടേണ്ട കാര്യമില്ല. അത് പിന്നെ വീട്ടിൽ ഡീക്ലട്ടർ ചെയ്യാനേ നേരം കാണുള്ളൂ. അപ്പോൾ പിന്നെ ഇതുപോലത്തെ പാക്കറ്റ് ഐറ്റം വാങ്ങുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ ബോട്ടിലുകൾ 1-2 ഒക്കെ കാണാം. അപ്പോൾ നമ്മളിങ്ങനെ പാക്കറ്റ് വാങ്ങിച്ചിട്ട് ആ ഒരു ബോട്ടിലേക്ക് പൊട്ടിച്ചിട്ടാൽ മതി തീരുന്നതനുസരിച്ച്. അപ്പം ഇത് എന്തായാലും നമുക്ക് കുറച്ചധികം പൈസ ലാഭിക്കാനായിട്ട് പറ്റിയൊരു ടിപ്പാണ്. ഞാനിപ്പോൾ ഈ 2 ഐറ്റം കാണിച്ചെന്നേ ഉള്ളൂ. ഇതുപോലെ ബോട്ടിലുകളിൽ വരുന്ന ഒരുപാട് ഐറ്റംസ് നമ്മൾ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. അതിന് പകരം ഒരു 10 രൂപയിലും ലാഭിക്കാനായിട്ട് നമുക്ക് പറ്റും പാക്കറ്റിലുള്ളത് വാങ്ങിയാൽ. ഇനി നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ വീട്ടമ്മമാർ ആവശ്യമുള്ളതും അത്യാവശ്യമുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് അത് മനസ്സിലാക്കി വാങ്ങാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ പച്ചക്കറികൾ, പാല്, പഴം ഇതൊക്കെ നമുക്ക് എന്നും അത്യാവശ്യമുള്ളതാണ്. എന്നാൽ ഇതുപോലത്തെ കെച്ചപ്പ്, സോസുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. എന്നാൽ ഇതൊക്കെ ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഷോപ്പിൽ കയറുകയാണെങ്കിൽ കുറച്ചെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ നോക്കി സെലക്ട് ചെയ്ത് വാങ്ങാനായിട്ട് ശ്രമിക്കുക. നമുക്ക് കുറച്ചധികം പണം സേവ് ചെയ്യാൻ പറ്റും. ഇനി 5ാമത്തെ ടിപ്പ്, ഇതൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ്. നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസിൻ്റെ പുറകെ പോകാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസിനെ കുറ്റം പറയുകയല്ല, നമുക്ക് സാധാരണക്കാർക്ക് പൈസ ലാഭിക്കാനായിട്ടുള്ള ചെറിയൊരു ടിപ്പാണ്. അപ്പോൾ ഈ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസിനെക്കാട്ടും നമുക്ക് കുറച്ചുകൂടി നമ്മൾ മലയാളികൾക്ക് ഈ മില്ലുകളിൽ നിന്നൊക്കെ പൊടിപ്പിച്ചിട്ടുള്ള ഐറ്റംസ് കിട്ടുമല്ലോ. അപ്പോൾ അതേ ഗോതമ്പ് പൊടി, ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഞാൻ അങ്ങനെയാണ് വാങ്ങിയത്. ഇതാകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വിലയും വളരെയധികം കുറവുണ്ട് നമുക്ക് ബ്രാൻഡഡിനെക്കാട്ടും. പിന്നെ കുറച്ചുകൂടി നാച്ചുറലുമാണ് ഇങ്ങനെയൊക്കെ വാങ്ങുന്നത്. ഇനി നമ്മുടെ 6ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഷോപ്പുകളിൽ, അതായത് സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറുമ്പം ഇതുപോലെ പാക്ക് ചെയ്ത ഐറ്റംസ്, അതായത് പയറ്, പരിപ്പ്, കടല ഇതൊക്കെ നമ്മൾ പാക്കറ്റ് വാങ്ങുന്നതിനെക്കാട്ടും കുറച്ചുകൂടി, അതായത് ഒരു 10 രൂപയെങ്കിലും 5 രൂപയെങ്കിലും ലാഭമുണ്ട് ഇതുപോലെ ലൂസ് ആയിട്ടുള്ളത് വാങ്ങിയാൽ. ക്വാളിറ്റി ഒട്ടും കുറവൊന്നുമില്ല, കറക്റ്റ് അതേ ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ഈ ലൂസായിട്ടുള്ള ഐറ്റംസിനും കിട്ടുന്നത്. ഈ ലൂസായിട്ട് വന്നിട്ടുള്ളതാണ് അവർ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ 1 കിലോ 1/2 കിലോ ഒക്കെ വാങ്ങുമ്പം നല്ല പൈസ കുറവുണ്ട് ഇങ്ങനെ ലൂസായിട്ട് വാങ്ങുമ്പോൾ. ഇനി 7ാമത്തെ ടിപ്പ്, നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ ബൾക്കായിട്ട് വാങ്ങാനായിട്ടൊന്ന് ശ്രമിക്കുക. നല്ല ലാഭമുണ്ട്. അതായത് സോപ്പ്, സ്ക്രബ്ബറുകൾ, പിന്നെ ഗാർബേജ് ബാഗ്സ്, ക്ലീനിങ് ക്ലോത്ത്, പിന്നെ നമ്മുടെ ക്ലീനിങ് സൊല്യൂഷൻസ്, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ബൾക്കായിട്ടൊക്കെ ഒന്ന് വാങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല പൈസ ലാഭിക്കാനായിട്ട് പറ്റും. സോപ്പൊക്കെ ഒരെണ്ണമൊക്കെ വാങ്ങിയാൽ നമുക്ക് എന്തായാലും 50, 60, 35, 40 ഒക്കെ രൂപയാണ്. എന്നാലും നമുക്ക് ഇതുപോലെ ബൾക്കായിട്ട് 2-3 എണ്ണം വാങ്ങുകയാണെങ്കിൽ നമുക്ക് അതിൽ നല്ല പൈസ സേവ് ചെയ്യാനായിട്ട് പറ്റും. 20, 25 രൂപ, 30 രൂപ ഒക്കെ നമുക്ക് ലാഭമുണ്ട് അതിൽ. ഇനി വീട്ടമ്മമാർ ശ്രദ്ധിക്കേണ്ട 8ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, ഈവനിങ് സ്നാക്കൊക്കെ വീട്ടിൽ തന്നെ റെഡിയാക്കുകയാണെങ്കിൽ വളരെയധികം ഹെൽത്തിനും നല്ലതാണ്. നമുക്ക് പണം ഒരുപാട് സേവ് ചെയ്യാനും പറ്റും. ഈ ഇഡലി മാവ്, ദോശമാവൊക്കെ പാക്കറ്റ് വാങ്ങാതെ, ചപ്പാത്തിയൊക്കെ പാക്കറ്റ് വാങ്ങുന്നവരാണ് ഒരുപാട് പേര്. അങ്ങനെയൊന്നും വാങ്ങാതെ ഇതുപോലെ വീട്ടിൽ തന്നെ ഇച്ചിരി അരിയും തേങ്ങയും അല്ലെ അരി ഉഴുന്നും ഒക്കെ ഒന്ന് അരച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കാൻ പറ്റും. ഈവനിങ് സ്നാക്കൊക്കെ ആണെങ്കിലും നമുക്ക് പഴം റോസ്റ്റൊക്കെ ഉണ്ടാക്കണേ കുറച്ച് ഏത്തപ്പഴം അല്പം വെളിച്ചെണ്ണയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് റെഡിയാക്കാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളതൊന്ന് ചെയ്താൽ നമുക്ക് പണവും ഒരുപാട് ലാഭിക്കാനായിട്ട് പറ്റും.
ഇനി നമ്മുടെ 9ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ അതായത് കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ അളവുകളോടുകൂടി ചെയ്യേണ്ടതുണ്ട്. അതായത് ഇപ്പം ഞാൻ ലോണ്ടറി ഡിറ്റർജൻറ്റ് ഇതൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു അളവുമില്ലാതെ വെറുതെ എടുത്ത് നമ്മളങ്ങ് കമത്തുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് തീർന്നു പോകും. ഇപ്പോൾ ഒരാഴ്ച 1.5 ആഴ്ചയൊക്കെ യൂസ് ചെയ്യേണ്ടത് വെറും 4-5 ദിവസം കൊണ്ട് നമുക്കിത് തീർന്നു പോകും. അതുകൊണ്ട് ഏതിനും ഒരു അളവ് വേണം. ഇതിപ്പം ലോണ്ടറി ഡിറ്റർജൻറ്റ് മാത്രമല്ല, നമുക്ക് ഡിഷ് വാഷ് ലിക്വിഡ് അതുപോലെ തന്നെ ക്ലീനിങ് സൊല്യൂഷൻസ് ഏതായാലും അതുപോലെ തന്നെ നിസ്സാരം നമുക്ക് പൊടി ഐറ്റംസ് ഒക്കെ നമ്മൾ ഓരോന്നിനും ചപ്പാത്തിക്കും ഒക്കെ കുഴയ്ക്കുന്നത്, ഇപ്പോൾ അരി വെള്ളത്തിൽ ഇടുന്ന എല്ലാം നമ്മളൊരു അളവുകളോടുകൂടി ചെയ്താൽ നമുക്ക് കുറച്ചധികം മണി സേവ് ചെയ്യാനായിട്ട് പറ്റും. കേൾക്കുമ്പോൾ ഇതൊക്കെ നിസ്സാരമാണെന്ന് തോന്നും, പക്ഷേ ഒരിക്കലുമല്ല. നമ്മളിത് ചെയ്ത് നോക്കിയാലേ ഇതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി 10ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇതും വീട്ടമ്മമാർ നല്ലപോലെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ പാക്കറ്റ് ആയിട്ടുള്ള പുട്ടുപൊടി, അപ്പപ്പൊടി ഇങ്ങനെയൊക്കെ ഉള്ളത് വാങ്ങാതെ നമ്മളൊരു 5 കിലോ പച്ചരി ആണെങ്കിലും ഒരു 3-4 കഴുകി ഒന്ന് വെള്ളം വാരാൻ വെച്ചിട്ട് നമ്മളൊന്ന് മില്ലിൽ കൊടുത്ത് പൊടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാലത്തേക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള അരിപ്പൊടി, ഗോതമ്പ് പൊടി ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു പാക്കറ്റ് അരിപ്പൊടിക്കൊക്കെ എന്തായാലും 90, 80, 100 അങ്ങനെയൊക്കെ പല റേറ്റിലാണ്. അപ്പോൾ ഇതുപോലെ ഒരു 50 രൂപയുടെ അല്ലെങ്കിൽ 40 രൂപയുടെയൊക്കെ കിലോയ്ക്കുള്ള പച്ചരി വാങ്ങിച്ച് നമ്മൾ പൊടിപ്പിക്കുകയാണെങ്കിൽ ഇത് തന്നെയല്ലേ ലാഭം. ഇനി 11ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിൽ പണിയുന്ന കർഷകരെ നമ്മൾ ഒരു വില കൊടുക്കണം, അവരെ മാനിക്കണം. അതായത് നമ്മളിപ്പം ഈ ഹെൽത്തി ആയിട്ട് ഇങ്ങനെ കൃഷി ചെയ്യുന്നിടത്തു നിന്നൊക്കെ കൂടുതലും പച്ചക്കറികളൊക്കെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് അത് തന്നെയാണ് ഏറ്റവും നല്ലത്, ഫ്രഷ് ആയിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ ഈ കർഷകന് ഒരു 5-10 രൂപ കൂടുതൽ കൊടുത്താലും, അതായത് പുറത്തെ കടകളിൽ നിന്ന് അതിനെക്കാട്ടും കൂടുതൽ കൊടുത്താലും നാച്ചുറൽ ആയിട്ടുള്ളതാണ്, വിഷമൊന്നും അടിക്കാത്ത അങ്ങനെയൊക്കെ ഉള്ളത് കിട്ടുകയാണെങ്കിൽ അത് വാങ്ങണം. അതായത് നമ്മൾ ഡോക്ടറിന് കൊടുക്കുന്നതിൻ്റെ അത്രയും വരില്ലല്ലോ ഇങ്ങനെ കർഷകന് ഒരു 5-10 ഒക്കെ കൂടുതൽ കൊടുത്താലും. രോഗം വന്നാൽ ഹോസ്പിറ്റലിൽ പോകണം. ഡോക്ടറിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു അർത്ഥത്തിലല്ല പറഞ്ഞത്, നമ്മുടെ ശരീരത്തിലേക്ക് തന്നെയാണല്ലോ ഈ മരുന്നുകളൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അതും വളരെയധികം ദോഷമാണ്. അപ്പോൾ അതുകൊണ്ട് അത് കഴിയുന്നതും കുറയ്ക്കുക എന്നുള്ളൊരർത്ഥമാണ് ഉദ്ദേശിച്ചത്. ഇനി 12ാമത്തെ ടിപ്പ്, നമ്മുടെ വീട്ടിൽ തന്നെ ഒരു കറിക്കുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഐറ്റമൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്, പണവും സേവ് ചെയ്യാൻ പറ്റും, ഹെൽത്തിനും നല്ലതാണ്. ഇനി 13ാമത്തെ ടിപ്പ്, ഇത് നമുക്ക് പണം സേവ് ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ ഹെൽത്തിനും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മീറ്റ് ഐറ്റം കഴിയുന്നതും കുറയ്ക്കുക. അതുപോലെ തന്നെ മീറ്റ് നമ്മൾ ആഴ്ചയിലൊന്നോ അങ്ങനെ വല്ലതൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. കൂടുതലും മീൻ, പച്ചക്കറികളൊക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അതും ഫ്രഷ് മീൻ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി 14ാമത്തെ ടിപ്പ്, നമ്മൾ ചിക്കൻ്റെയൊക്കെ ബ്രസ്റ്റ് പീസ്, ലെഗ് പീസൊക്കെ സെപ്പറേറ്റ് വാങ്ങിയാൽ നല്ല റേറ്റ് ആവും. അതിന് ഇതുപോലൊരു ഫുൾ ചിക്കനൊക്കെ വാങ്ങി നമ്മൾ കട്ട് ചെയ്തെടുത്താൽ കുറച്ചുകൂടി മണി സേവ് ചെയ്യാൻ പറ്റും. ഇനി 15ാമത്തെ ടിപ്പ്, അത്ര അത്യാവശ്യം ഇല്ലെങ്കിൽ ഫ്രോസൺ ആയിട്ടുള്ള ഐറ്റംസിൻ്റെ വാങ്ങൽ നമ്മൾ കുറയ്ക്കുക. നല്ല റേറ്റ് ആവും ഇങ്ങനെയുള്ള കാര്യത്തിൽ. എപ്പോഴും അത്യാവശ്യമാണെങ്കിൽ മാത്രം വാങ്ങാം. നമ്മളെപ്പോഴും ഷോപ്പിൽ കയറുമ്പം ഫ്രോസൺ ഐറ്റം വാങ്ങുന്നത് നിർത്തുക. ഇനി 16ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ടോയ്സ് ഒക്കെ വാങ്ങുന്ന ഷോപ്പിലാണെങ്കിലും ഒക്കെ കയറുമ്പോൾ നമ്മൾ ഇതുപോലത്തെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കാർഡൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 20%, 30% ഒക്കെ നമുക്ക് ഓഫർ ലഭിക്കുന്നതായിരിക്കും. ഇനി 17ാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലെ ഐറ്റംസ് തീരുന്ന അറിയുകയും ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് യാത്രാ ചെലവും അതുപോലെ തന്നെ സമയവും ലാഭിക്കാനായിട്ട് പറ്റും. അപ്പോൾ വീട്ടമ്മമാർ ഈ 2025 ഇങ്ങനെയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പണത്തിന് ഒരുപാട് ബുദ്ധിമുട്ടാതെ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം.